പുണ്യസ്രാവനായ അഭിമന്യ എബ്രഹാം മാം ക്ലിമീസ് വലിയക്കാട്ടിലെ 23ാമത് ശാഖ തിരുനാളിനോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടുള്ള നാനായ സമുദായ മെത്രാപ്പൊലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ സെവേറിയസ് തിരുമേനി, അഭിമന്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി, അഭിമന്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവர்கள், സ്വാഗതം ആശംസിച്ച ആദരണീയനായ കൊച്ചുമോൻ തോമസ്, ആശംസ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തുന്ന ദേരാമ്പള്ളിയുടെ ട്രസ്റ്റി ശ്രീ പ്രിനു ഫിലിപ്പ്, ശ്രീ ജോബി ഫിലിപ്പ്, ശ്രീ ലിജ്മോൻ മർക്കോസ്, ദേരാമ്പള്ളിയുടെ സെക്രട്ടറി ശ്രീ തോമസ് പി മാത്യു, സന്നിഹിതരായിട്ടുള്ള ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സമർപ്പിതരായിട്ടുള്ളവരെ, സമുദായത്തിലെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ളവർ, നാനായ സമുദായത്തിലെ പ്രമുഖരായ വിശ്വാസി സമൂഹത്തിൻ്റെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരത്തെ അറിയിക്കട്ടെ. എബ്രഹാം മാർ ക്ലിമീസ് എന്നുള്ള പേര് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് എൻ്റെ ബാല്യകാലത്താണ്. പല സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പത്രങ്ങളിൽ ഈ പേര് എപ്പോഴും വായിക്കാൻ ഇടവന്നില്ല. പിന്നീടാണ് എൻ്റെ പിതാവിൻ്റെ വളരെ അടുത്ത സ്നേഹിതനായിരുന്നു തിരുമേനി എന്നുള്ളത് കാലത്ത് വൈലി പിതാവിനെ കാണാൻ പല പരിഗണനയിൽ വരുന്ന സമയത്ത് പിതാവിൻ്റെ തിരുമേനിയോട് ഇത് ആർവി തോമസിൻ്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി എന്നെ ചേർത്ത് പിടിച്ച് വൈലി പിതാവിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ആർവി നമുക്കൊക്കെ എത്ര വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന്. അപ്പോഴേക്കും എൻ്റെ പിതാവ് മരിച്ചുപോയി. അന്നാണ് വാസ്തവത്തിൽ ക്ലിമീസ് വലിയ മെത്രാപ്പൊലീത്ത എൻ്റെ മനസ്സിൽ
ഒരു പ്രതിഷ്ഠാ വിഗ്രഹമായി തീർന്നിട്ടുണ്ട്. അന്ന് മുതൽക്ക് ഞാൻ തിരുമേനിയുടെ ഒരു ആരാധകനായി എന്നുള്ളതാണ് സത്യം. പിന്നീട് ഞങ്ങൾ ഹൈസ്കൂൾ അവസാന വർഷത്തിലാവുമ്പോഴാണ് കേരളത്തിൽ വിമോചന സമരം 89 നടന്നു. കോട്ടയത്ത് നടന്ന മാമൻ മാപ്പിള ഹാളിൽ, അന്നത്തെ മാമൻ മാപ്പിള ഹാളിൽ നടന്ന എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു മഹാസമ്മേളനത്തിൽ അന്ന് വലിയ മെത്രാപ്പൊലീത്ത ചെയ്ത ഒരു പ്രഭാഷണം ആ സമ്മേളനത്തെ തന്നെ കിടിലം കൊള്ളിച്ചതാണ്. എങ്ങനെയാണ് ഒരു പ്രഭാഷകൻ ഒരു സദസ്സിനെ കീഴ്പ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ അതിമനോഹരമായ കാഴ്ചയായിരുന്നു അന്ന് മാമൻ മാപ്പിള ഹാളിൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനിയെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ, തിരുമേനി ആചാരബാഹുവായിരുന്നു. ദിലീപ മഹാരാജാവിനെ പറ്റി കാളിദാസൻ പറയുമല്ലോ, പൊക്കത്തിനൊത്ത വണ്ണം, വർണ്ണത്തിനൊത്ത ഐശ്വര്യം, ഇത് രണ്ടിൽ നിന്ന് വരുന്ന ബുദ്ധി, ബുദ്ധിക്കൊത്ത വിവേകം, ഇങ്ങനെ എത്രയോ വിശേഷണങ്ങളാണ് ദിലീപ രാജാവിനെ പറ്റി മഹാകവി കാളിദാസൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നതുകൊണ്ട്, മഹാകവി പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ആത്മീയ മഹാചാര്യനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുമെങ്കിൽ അത് ഡോക്ടർ എബ്രഹാം മാർ ക്ലിമീസ് വലിയ മെത്രാപ്പൊലീത്തായോട് തന്നെയാണ്. നമ്മൾ ചില സിംഹം എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു സങ്കല്പമുണ്ട്. പക്ഷെ എല്ലാ സിംഹങ്ങളും ഒന്നല്ല എന്ന് നമുക്കറിയാം. ചില സിംഹങ്ങളെ കാണുമ്പോൾ നമ്മൾ സിംഹരാജൻ എന്ന് പറഞ്ഞു പോകും. ക്ലിമീസ് മെത്രാപ്പൊലീത്തയെ കാണുമ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നവർ ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് സഭയിൽ ഉൾപ്പെട്ടു നിന്നിരുന്നവരായാലും പൂർണ്ണ മനസ്സോടുകൂടി അവരുടെ മനസ്സിൽ വന്നിരുന്ന സങ്കല്പം സിംഹരാജൻ എന്നുള്ളതാണ്. അത് നിസ്സാരമായ ഒരു കാഴ്ച അനുഗ്രഹമല്ല, ദൈവം അറിഞ്ഞ് കൊടുക്കുന്നതാണ് ചിലർക്ക്. ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്, 3 മെത്രാപ്പൊലീത്തമാർ. ഒന്ന് ഓർത്തഡോക്സ് സഭയുടെ ബാവയായിരുന്ന വട്ടക്കുന്നിൽ തിരുമേനി എന്ന് എല്ലാവരും വിളിച്ചിരുന്ന മാത്യൂസ് പ്രഥമൻ ബാവ. നമുക്കറിയാം, ബാവ തിരുമേനി എഴുന്നേറ്റ് നിന്നാൽ പിന്നെ സർവത്ര നിശബ്ദതയാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും എവിടെയായാലും അത് കമാൻഡിങ് ആണ്. അതായിരുന്നു ബാവയുടെ മഹത്വം. പിന്നെ മറ്റൊരാൾ ഉണ്ടായിരുന്നത് മാർത്തോമാ സഭയിലെ ജോസഫ് മാർത്തോമാ തിരുമേനിയാണ്. എല്ലാവർക്കും ഭയം, എന്നാൽ എല്ലാവർക്കും ബഹുമാനം, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പൈതൃകമായ വാത്സല്യം, നയതന്ത്രങ്ങളൊന്നുമില്ലാത്ത നേർവാക്ക്, നേർവഴി, നേർചിന്ത, നേർ തീരുമാനങ്ങൾ. ഇതൊക്കെ നമ്മുടെ ആത്മീയ മഹാചാര്യന്മാർക്കുണ്ടായിരുന്ന സവിശേഷ സ്വഭാവങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.
നമ്മുടെ ഭാഗ്യമാണ്. കേരളത്തിലെ ഏത് ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾക്കും അഭിമാനത്തോടുകൂടി ഓർക്കാൻ പഴയ കാലത്തെ ഒട്ടേറെ സഭാപിതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ്. ചരിത്രത്തിൽ നമുക്കവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്ഞാനായ സമുദായം അംഗസംഖ്യയിൽ കുറവാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആ വിശേഷണത്തെ ചേർത്ത് വെക്കാമെങ്കിൽ ജ്ഞാനായ യാക്കോബായ സഭ അത്തരത്തിൽ മനോഹാരിതയെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സഭയാണ്. അതിന്റെ പ്രധാന കാരണം തന്നെ നാം ഇന്ന് ആദരവോടെ ആരാധനയോടെ അനുസ്മരിക്കുന്ന എബ്രഹാം മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്തയുടെ ഓർമ്മ. പലപ്പോഴും ഞാനിപ്പോ പത്രങ്ങളിലൊക്കെ നമ്മുടെ പഴയ എല്ലാ സഭകളിലെയും മെത്രാപ്പൊലീത്തമാര്, സഭാ മേലധികാരികൾ, വലിയ മെത്രാപ്പൊലീത്തമാർ, ഭാവമാർ, കർദിനാളന്മാരൊക്കെ മന്ത്രിമാരെ അങ്ങോട്ട് ചെന്ന് കാണുന്ന വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. എബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിയോ വട്ടക്കുന്നേൽ ബാവയോ ഞങ്ങളുടെ കർദിനാൾ വിലയത്തിൽ പിതാവ് കടന്നുപോയ പിതാവ് ജോസഫ് മാർത്തോമ തിരുമേനിയോ ഒന്നും ഒരു മന്ത്രിയെയും അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓർക്കാനും നമ്മുടെ സഭാപിതാക്കന്മാരെ ഓർമ്മിക്കാനുമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഭരണാധികാരികൾ ആത്മീയാചാര്യന്മാരെ ഇങ്ങോട്ട് വന്ന് കാണുക എന്നുള്ളതാണ് ഭാരതീയമായ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ എപ്പോഴെങ്കിലും ശോഷണമുണ്ടായാൽ അത് ആത്മീയതയ്ക്ക് വരുന്ന ശോഷണമാണ്. നമ്മൾ പലപ്പോഴും കാണാൻ പോകുന്നത് എന്തിനാണ്? ഭൗതികമായ ഏതെങ്കിലും ഒരു ഫേവർ സർക്കാരിൽ നിന്ന് നേടാനാണ്. അതിന് നമുക്ക് ഏത് മെത്രാപ്പൊലീത്തായ്ക്ക് വേണമെങ്കിലും തനിക്ക് വിശ്വാസമുള്ള ആ സമുദായത്തിലെ നേതാക്കന്മാരെ, അവിടുത്തെ വൈദിക സമൂഹത്തിലെ ഏതെങ്കിലും മുതിർന്ന വൈദിക ശ്രേഷ്ഠനെ കൂട്ടി മെത്രാപ്പൊലീത്തയുടെ അല്ലെങ്കിൽ സഭാപിതാവിന്റെ, സഭയുടെ മേലധ്യക്ഷന്റെ പ്രതിനിധി സംഘമായിട്ട് അയച്ചാണ് ഞങ്ങളുടെ തിരുമേനി ഈ കാര്യങ്ങൾ അങ്ങയോട് ശ്രദ്ധയിൽപ്പെടുത്തി പറയണമെന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. അതാണ് പറയേണ്ടത്. നമുക്ക് എന്നോ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഈ ആത്മീയതയുടെ മഹത്വത്തെ വീണ്ടെടുക്കാൻ എല്ലാ സഭകളിലെയും തിരുമേനിമാർ ദൃഢനിശ്ചയം ചെയ്യേണ്ട ഒരു കാലമാണ്. ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ തീർച്ചയായും പ്രധാനപ്പെട്ടവരാണ്. പക്ഷേ ഏത് സദസ്സിന് പ്രോട്ടോകോൾ റൂൾസ് അനുസരിച്ചിട്ട് ആത്മീയ സന്യാസിമാരാകട്ടെ ആത്മീയ പിതാക്കന്മാരാകട്ടെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് protocol rule is that they can be addressed first. അത് ഭാരതീയമായ മൂല്യമാണ്, ഭാരതീയമായ ഒരു വാല്യൂ കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വലിയ മെത്രാപ്പൊലീത്തമാരുടെ എല്ലാ സഭകളിലും പെട്ട വലിയ മെത്രാപ്പൊലീത്തമാരുടെ ആ കാലം കഴിഞ്ഞപ്പോൾ വന്ന മാറ്റമാണ്. അവരൊന്നും
ഏത് മന്ത്രിയെ, ഏത് ഗവർണറെയും അവർ അവരുടെ അരമനയിൽ സ്വീകരിച്ച് ആദരിക്കുമായിരുന്നു. ആരെയും അവർ അങ്ങോട്ട് ചെന്ന് കണ്ട് ആത്മീയാചാര്യന്മാർ ഭൗതിക ഭരണാധികാരികളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടവരല്ല എന്ന സെൽഫ് കോൺഫിഡൻസ് ആണ് ആത്മീയർക്ക് വേണ്ടത്. ആ പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് കർദിനാൾ പാറേക്കാട്ട് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലമായി EMS നമ്പൂതിരിപ്പാട് മലയാളിയായ ആദ്യത്തെ കർദിനാൾ പാറേക്കാട്ടിൽ ഉയർത്തപ്പെടുന്ന സമയത്ത് പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ചെന്ന് അരമനയിൽ കർദിനാൾ പാറേക്കാട്ടിലിനെ അനുമോദിക്കുന്നുണ്ട്. അതാണ് സംസ്കാരം, രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സംസ്കാരം. EMS നാസ്തികനോ വിശ്വാസി എന്തോ ആകട്ടെ, അതൊന്നും നമുക്ക് തർക്ക വിഷയമല്ല. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ സംസ്ഥാനത്തെ ഒരാളെ ആദ്യമായി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ എങ്ങനെ സർക്കാർ സ്വീകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ തയ്യാറായ നേതാവായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ എവിടെയോ എന്നോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ആ സങ്കടത്തെ പറയാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഈ ചിങ്ങവനത്തെ ദേറാപ്പള്ളിയുടെ വിശുദ്ധ മണ്ണാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിങ്ങവനം ദേറാപ്പള്ളിയെ പറ്റി നേരത്തെ ഇവിടെ വലിയ മെത്രാപ്പൊലീത്തയും സമുദായ മെത്രാപ്പൊലീത്തയും പറഞ്ഞല്ലോ. ചിങ്ങവനത്തെ മാറപ്പഴയും സെമിനാരിയും ഈ ദയറായും ഒരർത്ഥത്തിൽ ഗ്രാനായ യാക്കോബായ സഭയുടെ വത്തിക്കാൻ ആണ് എന്നാണ്. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയായതുകൊണ്ടാണ് വത്തിക്കാൻ എന്നുള്ള വാക്ക് സ്വാഭാവികമായി വരുന്നത്. ഞങ്ങൾക്ക് വത്തിക്കാൻ എങ്ങനെയോ അതായിരിക്കണം നിങ്ങൾക്ക് ഈ ചിങ്ങവനത്തെ ദേറാപ്പള്ളി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സെന്റ് പീറ്റേഴ്സ് പള്ളിയാണെങ്കിൽ മാറപ്പള്ളി പള്ളി ആയിക്കൊള്ളട്ടെ. അത് ഓരോരോ സമുദായ വിഭാഗങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്, വിശ്വസിക്കേണ്ട കാര്യമാണ്, അതിനനുസൃതമായി പെരുമാറേണ്ടതുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘമായി പറഞ്ഞ് പോകാതിരിക്കാനായിരിക്കണം കൃത്യം ഇപ്പോൾ തന്നെ എൻ്റെ പ്രിയ ശിശുതുല്യനായ മറ്റൊരു MLA കൂടി കടന്നു വന്നത്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ളവർ ഇനി പ്രസംഗിക്കാനുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നാം ഇവിടെ സവിശേഷമായി അനുസ്മരിക്കുന്നത് നമ്മുടെ കാലത്ത് ജീവിച്ച് നമ്മെയും കാലത്തെയും കടന്നുപോയ ഗ്രാനായ യാക്കോബായ സമുദായത്തിൻ്റെ വലിയ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സ്മരണയെ ആദരിക്കുക. എല്ലാ അർത്ഥത്തിലും ആഴത്തിലും തിരുമേനി ഒരു ആത്മീയ മഹാചാര്യനായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഭീഷ്മ മഹാചാര്യൻ എന്നൊരു പദപ്രയോഗമുണ്ടല്ലോ. കേരളത്തിലെ കഴിഞ്ഞ 50 75 വർഷത്തെ സഭകളുടെ ചരിത്രമെടുത്താൽ ഏബ്രഹാം മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്തയെ അല്ലാതെ മറ്റാരെയും നമുക്ക് ഒരു ആത്മീയ ഭീഷ്മാചാര്യൻ എന്ന് പറയാനും സാധ്യമല്ല. ഇതൊക്കെയാണ് നമുക്ക് 24 വർഷത്തിന് മുമ്പുള്ള ഓർമ്മയിലേക്ക് മടങ്ങുമ്പോൾ ഓർമ്മിക്കാനുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥ ആത്മീയനും ആചാര്യനും
ആരാണെന്ന് വേദപുസ്തകത്തിലെ സങ്കീർത്തനത്തിന്റെ 1-ാം പുസ്തകം നമ്മോട് പറയുന്നുണ്ടല്ലോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി എന്നുവെച്ചാൽ പാപത്തിന്റെ വഴി എന്ന് തന്നെയാണ് നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ വിചാരിക്കുന്നതൊക്കെയും നടക്കും. എനിക്ക് തോന്നുന്നു അക്ഷരം പ്രതി ഈ സങ്കീർത്തന വാക്കുകൾ ആർക്കെങ്കിലും ചേരുമെങ്കിൽ മനസാക്ഷിക്കുത്തില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് ഏറ്റവും അനുയോജ്യമായി ചേരുന്നത് നമ്മിൽ നിന്ന് കടന്നുപോയ ഏബ്രഹാം മാർ ക്ലീമീസ് വലിയവരാണ്. വേദപുസ്തകം പറയുന്നതൊക്കെ അച്ചട്ടെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ വിചാരിക്കുന്നതൊക്കെ എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല അവൻ സ്വപ്നം കാണുന്നത് പോലും, അവൻ ആഗ്രഹിക്കുന്നതൊക്കെ, അവൻ യഹോവയോട് പ്രാർത്ഥിക്കുന്നതൊക്കെ അവന് ലഭിക്കുമെന്നാണ്. ഇതാണ് യഹോവയിൽ വിശ്വസിച്ചും അവന്റെ വഴിയിൽ മാത്രം നടന്നു അവനെ അല്ലാതെ മറ്റൊരു ദൈവത്തിലും വിശ്വസിക്കാതെയും ജീവിക്കുന്നവന് ദൈവം തമ്പുരാൻ വാക്കു പറയുന്ന വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ ഉറച്ച് തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും നമ്മെല്ലാം നയിച്ച് അനുഗ്രഹിച്ച് ഈ സഭയുടെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബുദ്ധിമാനായ കപ്പിത്താൻ ഈ സഭയെ അതിന്റെ എല്ലാ കോവിലക്കങ്ങളിലും ബുദ്ധിമാനായ കപ്പിത്താനായി സുരക്ഷിതമായി കൊണ്ടുപോയ കപ്പിത്താനായിരുന്നു വലിയ മെത്രാപ്പൊലീത്ത എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ ആത്മീയനെന്നോ അൽമായനെന്നോ വേദപുസ്തകം ഒരു വേർതിരിവും കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമുക്കും ഇതൊക്കെ ആവാം. സങ്കീർത്തകൻ പറഞ്ഞ ആ ഉപാധികളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചു ഇതെല്ലാം അവന്റെ ജീവിതത്തിലും അവന് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന ബോധ്യത്തെയാണ് നമ്മൾ ഈ മഹാചാര്യന്മാരെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നാം ഇന്ന് പ്രാർത്ഥനാപൂർവമായി അനുസ്മരിക്കുന്ന ഡോക്ടർ ഏബ്രഹാം മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്ത ഒരു യഥാർത്ഥ ആത്മീയനായിരുന്നു. 100% അല്ല, 200% ആത്മീയനായിരുന്ന മെത്രാപ്പൊലീത്തയായിരുന്നു. ആ നിലയിലാണ് നമ്മൾ തിരുമേനിയെ കാണുന്നത്, തിരുമേനിയെ ഓർമ്മിക്കുന്നത്. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് സഭകൾക്ക് പ്രയാസമുണ്ടായ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ സമ്മേളനത്തിൽ തിരുമേനി പ്രസംഗിക്കുന്നത് കേൾക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ഓർക്കുന്നു. പറയാതെ പോയാൽ തിരുമേനിയുടെ സ്മരണയോടുള്ള നിന്നയായിരുന്നു. നമ്മൾ പറയുമല്ലോ, ഇരുന്നാൽ ഹിമാലയം, എഴുന്നേറ്റ് നിന്നാൽ എവറസ്റ്റ് എന്ന പ്രയോഗമുണ്ടല്ലോ. തിരുമേനി ഇരിക്കുമ്പോൾ ഹിമാലയവും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എവറസ്റ്റുമായിരുന്നതാണ്. അന്ന് തിരുനക്കരയിൽ തിരുമേനി തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, തന്റെ ആകാര പ്രൗഢി കൊണ്ടും ഭാഷാ ശുദ്ധി കൊണ്ടും പ്രൗഢമായ പ്രഭാഷണം കൊണ്ടും ആ മഹാസദസ്സിനെ എങ്ങനെയാണ് കോരിത്തെരിപ്പിച്ചതെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത്
നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കുന്ന നമ്മെ കടന്നുപോയ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി 100 വർഷം കഴിഞ്ഞാൽ അനുസ്മരിക്കപ്പെടേണ്ട ഒരാചാര്യനാണ് എന്നുള്ള സത്യത്തിൽ ഞാൻ 4 വർഷം മുമ്പ് ഈ സ്ഥലത്ത് തന്നെ വന്ന് മെത്രാപ്പോലീത്തയെ പറ്റി പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാനത് എൻ്റെ ഒരു ചുമതലയാണ്. തിരുമേനിയുടെ ആത്മസ്നേഹിതനായിരുന്ന ഒരാളുടെ മകൻ എന്നുള്ള നിലയിൽ ക്ഷണിക്കപ്പെട്ടാൽ ഇവിടെ വരണം എന്നുള്ളതല്ല, ക്ഷണിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഇവിടെ വരാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ക്ഷണിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ വരുന്നു. ക്ഷണിക്കപ്പെടാതെ പോകുമ്പോൾ ഞാനൊരു സത്യത്തെ പറയട്ടെ, ഞാൻ എപ്പോഴൊക്കെ ഈ വഴിയിലൂടെ തിരുവനന്തപുരത്തേക്കോ തിരുവല്ലയിലേക്കോ കടന്നു പോകുമ്പോൾ നിങ്ങൾ എൻ്റെ യാക്കോബായ സഹോദരങ്ങൾ, ജ്ഞാനായ സഹോദരങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ദേറാപ്പള്ളിയുടെ മുമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ കാറിലിരുന്ന് ഈ ദേറാപ്പള്ളിയുടെ നേരെ കൈകൂപ്പിയിട്ടാണ് പോകാറ്. അതെന്റെ വിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരു ചിന്തയാണ്, ഇത് ജ്ഞാനായ യാക്കോബായ സഭയുടെ വത്തിക്കാനാണല്ലോ എന്നുള്ളത്. ഇന്നു മുതൽ നിങ്ങളും ആ ചിന്തയോടുകൂടി, ആ മനോഭാവത്തോടുകൂടി ഈ ദേറാപ്പള്ളിയെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണമെന്ന് മാത്രം അപേക്ഷിച്ചു. പരിശുദ്ധനായിരുന്ന വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ സ്നേഹപൂർവമായ പ്രണാമത്തെ സമർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.